നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 40-ാം വയസ്സിൽ വേൾഡ് കപ്പിൽ തൻ്റെ അരങ്ങേറ്റ മത്സരം അവൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്നു കേപ്പ് വെർദയുടെ ഗോൾ വലയത്തിന് മുന്നിൽ. അതോടുകൂടി സ്പെയിനിൻ്റെ പേരുകേട്ട താരങ്ങൾ ഉതിർത്ത ഷോട്ടുകളൊന്നും ആ വലയിലേക്ക് അങ്ങ് കടന്നില്ല. സ്പെയിനിനെ പൂട്ടി, കേപ്പ് വെർദെ പൂട്ടി. ആ പൂട്ടലിന് പ്രധാന പങ്ക് വഹിച്ചത് വൊസീഞ്ഞ എന്ന 40-കാരൻ ഗോൾ കീപ്പറാണ്. അവൻ കളിക്ക് ശേഷം പറഞ്ഞു, കളി ജയിച്ച ശേഷം ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം എൻ്റെ ഗ്രാൻഡ് പാരൻസ് ജീവിച്ചിരിപ്പില്ല, അവരിത് കാണാനില്ലല്ലോ. കാരണം അവരാണ് എന്നെ വളർത്തിയത്, അവരുടെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം വിസ ഫോർമാലിറ്റീസ്, അതിനുവേണ്ടി കെട്ടിവെക്കാനുള്ള പണം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇൻ ടൈമിൽ ഞങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രകടനം ഇവിടെ നേരിട്ട് കാണാൻ എൻ്റെ അമ്മയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് മരണപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകുന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, കളിക്ക് ശേഷം ഞാൻ കരഞ്ഞു. ഐ ക്രൈഡ് ആഫ്റ്റർ ദി ഗെയിം. കാരണം ഞാൻ വളർന്നത് എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊപ്പമാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അവരോടൊപ്പമായിരുന്നു. ആൻഡ് അവർക്കിവിടെ എത്താൻ അവരിവിടെ ഇല്ലല്ലോ. ദേ പാസ്ഡ് അവേ എ ഫ്യൂ ഇയേഴ്സ് എഗോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ മരണപ്പെട്ടു പോയി. ഇതിലൊരു കാര്യം കൂടിയുണ്ട്. വൊസീഞ്ഞ എന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കിയാൽ മതി. അപ്പോൾ അറിയാം ഈ ബന്ധം എന്താണ് എന്നുള്ളത്. വൊസീഞ്ഞ ഗ്രാൻഡ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പേരെങ്ങനെ കിട്ടി അദ്ദേഹത്തിന് എന്നുള്ളതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഏതായാലും വൊസീഞ്ഞ പറയുന്നു, എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ, അവർക്കിത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ കളിക്ക് ശേഷം പൊട്ടി കരഞ്ഞത്. എൻ്റെ മാതാവ്, അവർക്കും ഇവിടെ വരാൻ പറ്റിയില്ല. കാരണം വിസ ഇഷ്യൂ കൊണ്ടാണ്. അതിനടക്കേണ്ടിയിരുന്ന പണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് അടക്കാൻ പറ്റിയില്ല. വി ഡിഡ് നോട്ട് മാനേജ് ടു ഡു ദിസ് ഇൻ ടൈം എന്ന് അദ്ദേഹം പറയുന്നു. സങ്കടക്കടൽ ഉള്ളിലൊളിപ്പിച്ചിട്ട് അവൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്നപ്പോൾ കപ്പും കൊത്തി പറക്കാൻ വന്ന സ്പാനിഷ് പടയെയാണ് അവനങ്ങ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. യെസ്, സ്പെയിൻ ഇതോടുകൂടി തീർന്നു ഒന്നുമല്ല പറയുന്നത്. പക്ഷേ എക്കാലത്തും ഓർമ്മിക്കപ്പെടും വൊസീഞ്ഞയുടെ ഈ മാസ്മരിക പ്രകടനം. വേൾഡ് കപ്പിൽ ഇത് റെക്കോർഡാണ്. വേൾഡ് കപ്പിൽ അരങ്ങേറിയ ഒരു ഗോൾ കീപ്പർ ക്ലീൻ ഷീറ്റ് നേടുമ്പോൾ അതിലേറ്റവും പ്രായം കൂടിയ ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിനാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.